വെൽക്കം ബാക്ക്. എന്താലേ, അതായത് നിങ്ങൾ ക്യാമറ തുറന്നു എന്ത് എന്താലേ, അത് അങ്ങനത്തെ കേസാണ് പറയാൻ പോണതേ. അതായത് ഫുഡ് വ്ളോഗർ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൊറോണ സമയത്താണ് തോന്നുന്നു നമ്മളെല്ലാവരും ഈ ഫുഡിനോട് അഡിക്റ്റായിപ്പോയി. അപ്പോൾ ഫുഡ് വ്ളോഗുകൾക്ക് കൂടുതൽ റീച്ച് കിട്ടി തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ സമയത്താണ്, അതിന് മുന്നേ എനിക്ക് ആ സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാനൊക്കെ ആ സമയത്താണ് കൂടുതലും ഫുഡ് വ്ളോഗുകൾ കാണാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ ഫുഡ് വ്ളോഗൊക്കെ കണ്ടിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്പയർ ആയിട്ട് ഞാൻ അതേപോലെ ഒരു ചാനൽ തുടങ്ങിയാലോ ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അതായത് എന്താ വെച്ചാൽ നല്ല എന്താണ് സൗണ്ട് ക്ലാരിറ്റി ഉള്ള ക്യാമറ ഉണ്ടെങ്കിലേ നമ്മൾ വെറുതെ ഒരു ദിവസം ഇരുന്നിട്ട് എന്തെങ്കിലും കടല കഴിച്ചാലും മതി. പക്ഷെ ആ സൗണ്ടിനോടുള്ളൊരു ഇഷ്ടവും കഴിക്കണത് സ്റ്റൈലും കാണുമ്പോൾ നല്ല വ്യൂവേഴ്സ് കൂടും. ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ വല്ലതും തോന്നുന്നത് മില്യൺ കണക്ക് വ്യൂസാണ്. പിന്നെ നമ്മൾ ഈ വേറെ രാജ്യത്തൊക്കെ ആൾക്കാർ വീഡിയോസ് എടുത്ത് വെച്ച് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കുക്ക് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടാവും. എന്നിട്ട് ഇവർ ഫാമിലി എല്ലാം കൂടെ നിന്ന് കഴിക്കുമോ, മില്യൺ കണക്ക് വ്യൂസാണ്. അവർക്ക് എത്രത്തോളം അവർ സമ്പാദിക്കേണ്ടാവുമെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് അതിനൊക്കെയാണ് വരുന്നത് എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫുഡ് ബ്ലോഗറുടെ കാര്യമാണ്. പുള്ളിയുടെ ഫുഡ് ബ്ലോഗിനെ കുറിച്ച് കുറേ പേര് റിയാക്ട് ചെയ്തു. പുള്ളിയുടെ ഹോട്ടലിൽ പോയിട്ട് ആരോ കഴിച്ചിട്ട് അലീച്ച കണ്ടു എന്നൊക്കെ കുറേ പേര് വന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ അരഗൻ്റായിട്ട് ഫീൽ ചെയ്യുക. കാരണം സംഭവിച്ചു പോയതായിരിക്കാം, നമുക്ക് സെറ്റ് ചെയ്യാം, നല്ല എന്തെങ്കിലും നമ്മളതിനെക്കുറിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാം ശരിയാക്കാം, അങ്ങനെയൊന്നുമല്ല. പിന്നെ ചിലർ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നത്. ഏതൊരാൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോട്ടൽ തുടങ്ങണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാറുള്ളവരല്ല ബൈക്കുള്ളവരോട് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, അതാവുമ്പോൾ പാവങ്ങളാവുമ്പം വല്ലാണ്ട് ചോദിക്കൊന്നും വേണ്ട, ചോദിക്കാനൊന്നും വരില്ല, അങ്ങനെ എൻ്റെ ആവശ്യമില്ല ആ ഒരു ടോണാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ അഥവാ ഇങ്ങനെ ചോദ്യം ചെയ്ത് അവരെ പരിഹസിച്ച് ആട്ടി വിടുന്ന പോലുള്ളൊരു റെസ്പോൺസ് കിട്ടുമ്പോൾ മിണ്ടാതിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ വന്ന് കഴിച്ചാൽ മതി എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ അവരോടൊന്നും വല്ലാനും അവരെക്കുറിച്ച് സംസാരിക്കുന്ന ആളല്ല. കാരണം അവർ സംസാര രീതിയെ ഒരു ഗുണ്ടായിസൻ ടൈപ്പാണ്. അങ്ങനെയുള്ള ആൾക്കാരോട്ട് എനിക്ക് ഒട്ടും നമ്മളൊന്നും അങ്ങനെയുള്ളവരോട് ഫൈറ്റ് ചെയ്യാൻ പോകാറില്ല. കാരണം അവരൊന്നും അതായത് ഒരു എന്താ പറയുക, ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ പറയുന്നതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റിപ്ലൈ ആയിരിക്കില്ല കൊടുക്കുക. പകരം നമ്മൾ തരംതാണ് സംസാരിക്കുക, അതിലെല്ലാം റിപ്ലൈ ഉണ്ട് എന്ന് പറയുക. അങ്ങനത്തെ ടീം ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനത്തെ ടീം ആൾക്കാരോട് നമ്മളങ്ങനെ സംസാരിക്കാൻ പോകാറില്ല. എനിക്കിതിങ്ങനെ ആ പുള്ളിയുടെ റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇങ്ങനെ ഇവർ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് സകലമാന കടകളിലും പോയിട്ട് ചെറിയ ഒരു 1-2 ഫുഡ് എടുത്തിട്ട് അതിനെയും വ്ളോഗ് ചെയ്യില്ല. നല്ല വൃത്തിയിൽ കുറച്ച് ചോറെടുക്കുക, ഒരു കറി എടുക്കുക, ആ കറി കുഴച്ച് അതിൻ്റെ രുചി കറക്റ്റ് അതിനെ ഒബ്സർവ് ചെയ്ത്, അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ കുറേ അത്യാവശ്യം നാവിന് രുചിയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. എടുത്ത് നോക്കുന്നു, അടുത്ത കറി എടുക്കുന്നു, കഴിച്ച് നോക്കുന്നു, അടുത്ത കറി എടുക്കുന്നു, കഴിച്ച് നോക്കുന്നു. ഇതിനെല്ലാം നെഗറ്റീവ്സ് പറയുന്നു അല്ലേ. അപ്പം നമ്മൾ ആലോചിക്കണം, ആ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, അതായത് തന്നെ മത്സരിക്കാൻ, തന്നെ ഓപ്പോസ് ചെയ്യാൻ ആരും ഉണ്ടാവരുത്. അപ്പോൾ ബാക്കിയെല്ലാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തങ്ങൾ തന്നെ അവിടെ കുറച്ച്, ഇപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ ഈ വിവാദത്തിലുള്ള പുള്ളി ഹോട്ടലുള്ള ഏരിയയിൽ തന്നെയാണോ മുന്നത്തെ ഫുഡ് വ്ളോഗൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള ഒരു നെഗറ്റീവ് പറയലാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഞാൻ ഏരിയയിൽ അല്ലെങ്കിലും ഏകദേശം അതായത് ചില ആൾക്കാരുണ്ടല്ലോ, അതായത് ഞാൻ നല്ല ഹൈജീനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഹൈജീനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കും. പക്ഷേ അവർ ഹൈജീൻ ആയിരിക്കണം എന്നില്ല. മനസ്സിലായ? അത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ അവരങ്ങനെയാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അതേപോലെ ഞങ്ങളുടെ ഹോട്ടലിൽ ഏറ്റവും നല്ലതാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നെഗറ്റീവ്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നെഗറ്റീവ്സ് പറയുന്നതാണോ എന്നും എനിക്കറിയില്ല. നമുക്ക് അങ്ങനെയും അനുമാനിക്കാം. അപ്പോൾ
ഇതാണ് നമ്മൾ എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മുടെ ഒരു 10 രൂപയ്ക്കാണെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് ആ 10 രൂപ വാല്യൂ തന്നിട്ട് ആ ഫുഡ് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ അവർ അതിലെന്തെങ്കിലും മിസ്സിങ് കണ്ട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മാന്യമായൊരു മറുപടി കൊടുക്കാം. എന്തുകൊണ്ടാണെങ്കിലും എന്താണെങ്കിലും, അല്ലാതെ അവരെ പരിഹസിച്ചുകൊണ്ട് നീയൊക്കെ ആരാ, നീയൊക്കെ ചോദിക്കാൻ വേണ്ടി ആരാന്നുള്ളൊരു ആ ഒരു ധാർഷ്ട്യം, അതൊന്നും ആർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എനിക്കത് കണ്ടിട്ട് എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യമല്ല കേട്ടോ. അങ്ങനെയുള്ളവർ, അങ്ങനെ ധാർഷ്ട്യമുള്ളവർ വെറുതെ ഹോട്ടലൊന്നും തുടങ്ങിയിട്ട് നിൽക്കരുത്. കാരണം ഞങ്ങളോട് ഇങ്ങോട്ട് ആരും ചോദിക്കേണ്ട, ഞങ്ങൾ തരുന്നത് വേണമെങ്കിൽ ഞെണ്ണിട്ട് പൊക്കോണം, ആ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ അങ്ങനത്തെ ഹോട്ടൽസ് ഒന്നും തുടങ്ങണ്ട. ഞങ്ങളങ്ങനെ ആർക്കും അങ്ങനെയൊന്നും കൊടുക്കുന്നവരല്ല, ഞങ്ങളുടെ അടുത്തൊന്നും ആരും വന്ന് മേടിക്കണ്ട എന്നുള്ള രീതിയിൽ അവനവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു എന്തായാലും അപ്പോൾ ആ സാമ്പത്തികം വേണമെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ട പരിഗണന കൊടുക്കുക തന്നെ വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ബിരിയാണി വെക്കുന്ന ബിരിയാണിയുടെ ചോറ് ജസ്റ്റ് ഒന്ന് പാതി വേവിച്ച് കൊണ്ടുവച്ചു, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അവിടെ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണോ കഴിക്കാറ് അതേപോലെ സെറ്റ് ചെയ്ത് കഴിച്ചോളൂ എന്ന് കൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണ്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ബിരിയാണി ഇപ്പം ഏകദേശം കോമൺ ആയിട്ട് എങ്ങനെ ഉണ്ടാവുകയെന്ന് അറിയാമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ ബോർഡിൽ വെക്കണം, പരസ്യങ്ങൾ വെക്കണം, നിങ്ങളെല്ലായിടത്തും കാണുന്ന ബിരിയാണി അല്ല, ഇന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, ചൂടുണ്ടാവില്ല, തണുപ്പായിരിക്കും, ഈച്ച ഉണ്ടാവില്ല, അങ്ങനെ ഇന്ന സംഗതികൾ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളിത് കഴിക്കാൻ, ഇതാണ് ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൈസും കൊടുക്കുക. അതല്ലേ എൻ്റെ ശരി? ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് മറ്റാളുടെ ആരാധകരൊന്നും എൻ്റെ കയ്യിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എൻ്റെ കയ്യിൽ കമൻറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ യാതൊന്നും ഉണ്ടാവാതിരിക്കാനും പോണില്ല. അപ്പം നമുക്കിപ്പം ഒരു വിഷയം വന്നാൽ ആ വിഷയം എടുത്ത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വിഷയം വന്നു, എല്ലാവരും സംസാരിക്കുന്നു, ആ കൂട്ടത്തിൽ ഞാനും സംസാരിച്ചു. ഓക്കെ, അപ്പോൾ അത്ര തന്നെയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലവ് യു ഓൾ. ടാറ്റാ.